കനത്ത മഴയെ തുടർന്ന് ഇടുക്കി ജില്ലയിലെ വിവിധ മേഖലകളിൽ വൈദ്യുതി ബന്ധം താറുമാറായി. വട്ടവടയിൽ 6 ദിവസമായി വൈദ്യുതിയില്ല. വൈദ്യുതി മുടങ്ങിയതോടെ ജില്ലയിലെ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനവും അവതാളത്തിലായിരിക്കുകയാണ്. ജെയിൻ എസ് രാജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. ജെയിൻ, ഈ സാധാരണ കാലവർഷക്കെടുതി ഏറ്റവും രൂക്ഷമാകുന്ന ഒരു ജില്ലയാണ് ഇടുക്കി. ഇതിപ്പോൾ 6 ദിവസമായിട്ട് വൈദ്യുതി ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ വലിയ ഒരു ഗുരുതര സാഹചര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഇത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഒപ്പം നിലവിലെ കാലാവസ്ഥ അവിടെ എങ്ങനെയാണ് ജെയിൻ? ഇടുക്കി ജില്ലയുടെ മലയോര മേഖലയിൽ നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്നുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഗുരുതരമായി പ്രതിസന്ധി നേരിടുന്നത് വട്ടവട പഞ്ചായത്തിലാണ്. കാരണം വട്ടവട പഞ്ചായത്ത് അതിർത്തിയിലെ ഏറ്റവും അറ്റത്ത് നടക്കുന്ന ഒരു പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ 6 ദിവസമായി വൈദ്യുതി എത്തിയിട്ട് അവിടെ വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം താറുമാറായിരിക്കുന്നു. അക്ഷയ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഇന്റർനെറ്റ്, അതോടൊപ്പം തന്നെ മൊബൈൽ റേഞ്ച്, ഈ 2 സംവിധാനങ്ങളും തകരാറിലായിട്ടുണ്ട്. കാരണം ടവറുകളുടെ പ്രവർത്തനമൊക്കെ നിലച്ച അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയാണ് മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് വർഷകാലമാണ്. എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ പോലും അത് പുറം ലോകവുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നതിന് പോലും വലിയ തടസ്സം ആ മേഖലയിൽ നേരിടുന്നു എന്നുള്ളതാണ് പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത്. വിനോദസഞ്ചാരികൾ വലിയ അളവിൽ എത്തുന്ന ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികളുടെ പോലും യാത്രയെ ഇത്തരം ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടത് ബാധിക്കുന്നുണ്ട്. പ്രധാനമായും മൂന്നാറിൽ നിന്ന് വട്ടവട വരെ ഏതാണ്ട് 40 കിലോമീറ്റർ ദൂരമുണ്ട്. ഇതിനിടയിൽ വിവിധ ഇടങ്ങളിൽ മരമൊടിഞ്ഞ് വീണ് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതാണ്. ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞതാണ് വൈദ്യുതി ബന്ധം തകരാറിലാകാൻ കാരണം എന്നുള്ളതാണ് പ്രദേശവാസികൾ KSEB പറയുന്നത്. എന്തായാലും അത് പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ആരംഭിച്ചിട്ടില്ല. കാരണം ശക്തമായ മഴ തുടരുകയാണ്. ഇന്ന് ഇടുക്കി ജില്ലയിൽ റെഡ് അലർട്ടാണ്. സ്വാഭാവികമായും ഇന്നും ശക്തമായ മഴ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മഴയ്ക്കൊപ്പം കാറ്റും ആഞ്ഞു വീശുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രതിസന്ധി. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ മാറിയതിനു ശേഷം വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാം എന്ന നിലപാടിലാണ് KSEB ഉള്ളത്. ജെയിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ ഇടുക്കി ജില്ല കടന്നു പോകുന്നത്.